ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ പോകാത്തൊരു ക്ഷേത്രത്തിൽ പോവുകയാണ്. അഗസ്ത്യ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ആ അമ്പലത്തിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അമ്പലവും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളാണ്. ആ കാറ്റിലിങ്ങനെ അതങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉലഞ്ഞാടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടു, പനകളുടെ ഇടയിലൂടെയായിരുന്നു അത് നമ്മൾ കണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഒരു വെള്ളം നിൽക്കുന്നത്. പുഴയും അല്ല തോടും അല്ല, എന്നാൽ ഒരു തടാകമൊക്കെ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. കാറ്റിലിങ്ങനെ ഇതെല്ലാം ഇളകി ഇങ്ങനെ പോകുന്നത് കാണാൻ. നെൽപ്പാടത്തിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് അവിടുന്ന് മാറാനേ തോന്നില്ല. അങ്ങനത്തെ ഒരു നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പാടം. ഇത് അതിലോട്ട് വെള്ളം നനയ്ക്കാനുള്ള കിണറും അതെല്ലാമാണ്. സച്ചുക്കുട്ടനൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുക. വെച്ചുക്കുട്ടനും കാണണമെന്ന് പറഞ്ഞ് അവരിറങ്ങി. കണ്ടു, നെൽപ്പാടത്തിലേക്ക് ഫുൾ ടൈമും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന മോട്ടറാണിത്, പമ്പാണ്. അതൊരു കിണർ പോലെയാണ്. ആ കിണറിൽ നിന്നാണ് വെള്ളം ഫുൾ ടൈം. ഇവിടെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട്, വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് തെങ്ങും തോപ്പ്, ഒരു സൈഡിൽ നിറയെ തെങ്ങും തോപ്പ്. നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് ഹൈറ്റുള്ള തെങ്ങൊന്നുമല്ല, എല്ലാം ചെറിയ തെങ്ങുകളാണ്. എല്ലാത്തിൻ്റെ താഴ്വശം നല്ല വൃത്തിയായി കിടക്കുന്ന, പുല്ലൊന്നും കയറാതെ നല്ല വൃത്തിക്ക് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ നമ്മുടെ ആ വെള്ളം, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യതാ. ഈ പുഴ അതിൻ്റെ കണ്ടോ, നടുക്കായിട്ട് കുറച്ച് മരങ്ങളുണ്ട്. ആ മരത്തിൽ നിറയെ കാക്കകളും പിന്നെ കൊക്കും എല്ലാം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിലോ വല്ലതും ആണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉപയോഗിച്ചേനെ. ചെറിയൊരു ബോട്ടിംഗ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ മൊത്തം ഒന്ന് ഇങ്ങനെ കറങ്ങി വരാൻ നല്ല ഭംഗിയാണ്. അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങൾ എന്നിട്ട് പറയുകയും ചെയ്തു, നമുക്ക് ചെറിയൊരു ബോട്ട് പോലത്തെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വന്നിങ്ങനെ പോകാമായിരുന്നല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഉണ്ടല്ലേ, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് അത്രയും ഭാഗം അങ്ങനെ ചുറ്റിക്കറങ്ങിയൊരു റൗണ്ട് അടിച്ച് വരാൻ നല്ലൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മണ്ണും ഇതൊക്കെ ഉണ്ട്, അവിടെ മരങ്ങളുണ്ട്. അങ്ങനെ അത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്ത്. വൈകുന്നേര സമയം അതുകൊണ്ട് നല്ല കാറ്റും, ആ കാറ്റിൻ്റെ ഇതിലാണ് ആ വെള്ളം ഇങ്ങനെ ഓളങ്ങൾ പോലെ ഇങ്ങനെ വരുന്നത്. വലുതാണ്ട് നിറയെ കാക്കയും കൊക്കും എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ അമ്പലത്തിലോട്ടെത്തി. അമ്പലത്തിനും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ തോട് പോലെ വെള്ളം പോകുന്നുണ്ട്. പക്ഷേ അഴുക്ക് വെള്ളമാണ്, അത്ര നല്ല നീറ്റായ വെള്ളമൊന്നും അല്ല. വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പാറ പോലെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു വിഗ്രഹം അങ്ങനത്തെ പ്രതിഷ്ഠകൾ. അത്തിപ്പഴം, നിറയെ അത്തിപ്പഴം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളത് ഒക്കെ നോക്കി. പിന്നെ ഇതാ അവിടുന്ന് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന അവിടെ ആ ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞൊരു പാറയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ ക്ഷേത്രം പോലെ ഉണ്ട്. പിന്നെ ഇത് എന്താണെന്നറിയില്ല, ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യമായിട്ടുള്ള സ്റ്റോറിയാണോ എന്നറിയില്ല, ഒരു ചിത്രം കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോരോ 1, 2, 3 അങ്ങനെയായിട്ട് അതിൻ്റെ സ്റ്റോറി പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിത്രം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ അറിയുള്ളൂ. ഇതാ ഇവിടെയാണ്, ആ പാറയുടെ അടിയിലാണ്. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. നമുക്ക് അത്രയ്ക്ക് അടുത്തോട്ട് പോയില്ല. പിന്നെ ഇതാ നിറയെ പശുക്കൾ. ഇതെല്ലാം ഈ അമ്പലത്തിൻ്റെ ഇതിൽപ്പെട്ടത് തന്നെയാണ്. ഈ പശുവിനെ വളർത്തുന്നതും അവരെ സംരക്ഷിക്കുന്നതും എല്ലാതും ഈ അമ്പലത്തിൻ്റെ തന്നെയാണ്. ബിച്ചുക്കുട്ടനാണെങ്കിൽ ഇതാ പശുക്കുഞ്ഞിനെയൊക്കെ തൊടണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ, ഈവനിങ്ങിൽ നമ്മൾ പോയ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.